അവർക്ക് ഭൂരിപക്ഷമില്ലായിരുന്നു. AK ആന്റണി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോൺഗ്രസും JDS-നും കൂടി 118 MLA-മാരുടെ പിന്തുണ ഉണ്ടായിരുന്നു. ഭൂരിപക്ഷമുള്ളവർക്ക് അധികാരം ഏറ്റെടുക്കാൻ അവസരം നൽകിയതിന് പകരം കർണാടക ഗവർണർ BJP-യുടെ ഏജന്റിനെ പോലെ പൊതിച്ചുകൊണ്ടാണ് 55 മണിക്കൂറെങ്കിലും മുഖ്യമന്ത്രിയായിരിക്കാൻ യെദ്യൂരപ്പയ്ക്ക് സാധിച്ചത്. അവസാനം നാണം കെട്ട് ഇന്ന് രാജിവെച്ച് ഇറങ്ങേണ്ടി വന്നിരിക്കുന്നു. ഇതൊരു പാഠമാണ് BJP-ക്ക്. ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ വിജയമാണ്. ജനാധിപത്യ മതേതര ശക്തികളുടെ വിജയമാണ്. കർണാടകത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന വോട്ടർമാരുടെ വിജയമാണ്. കാരണം കോൺഗ്രസ്, JDS, BSP സഖ്യത്തിൻ്റെ കൂടെ 57% വോട്ടർമാരുണ്ട് കർണാടകത്തിൽ. BJP-യുടെ കൂടെ 36% മാത്രമേ ഉള്ളൂ. അപ്പോൾ കർണാടകത്തിലെ ഭൂരിപക്ഷം വോട്ടർമാരുടെ വിജയമാണ്. ഈ യെദ്യൂരപ്പയുടെ നാണം കെട്ട രാജി കേന്ദ്ര ഗവൺമെൻറ്റിന്, പ്രധാനമന്ത്രിക്ക് ഏറ്റവും വലിയ കനത്ത തിരിച്ചടിയാണ്. 4ാം വാർഷികം ഇങ്ങനെ ഒരു നാണം കെട്ട തോൽവിയിൽ ആരംഭിക്കാനുള്ള ഒരു കഷ്ടകാലമാണ് പ്രധാനമന്ത്രിക്ക് ഉണ്ടായിരിക്കുന്നത്. കർണാടകത്തിലെ ഈ ജനാധിപത്യ മതേതര ശക്തികളുടെ ഐക്യം ഒരു തുടക്കം മാത്രമാണ്. ഇനി കർണാടകത്തിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്ന ഈ പുതിയ ഐക്യം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കാൻ പോവുകയാണ്. അവസാനം ഇതിൻ്റെ ഫലമായി അടുത്ത വർഷം നടക്കുന്ന പാർലമെന്റ് ഇലക്ഷനിൽ തീർച്ചയായും കേന്ദ്രത്തിൽ ഇന്നത്തെ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിൻ്റെ അന്ത്യം കുറിക്കാൻ കഴിയുമെന്ന വിശ്വാസമാണ് കോൺഗ്രസിനുള്ളത്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണി സംസാരിക്കുകയായിരുന്നു. ജനാധിപത്യത്തിന്റെയും മതേതര ശക്തികളുടെയും വിജയമാണ് ഇന്ന് കർണാടകയിൽ ഉണ്ടായതെന്ന് അദ്ദേഹം പറയുന്നു. പ്രധാനമന്ത്രിക്ക് ഏറ്റ കനത്ത തിരിച്ചടിയാണ് ഇത് എന്നും അദ്ദേഹം പറയുന്നു.